ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മേലാമുറിയിൽ 2 കടകളിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കടല ഐറ്റംസ് എല്ലാം 5 ബോർഡ് വീതമുണ്ട്. അതുപോലെ ഈ ചെറിയ ആണെങ്കിൽ 10 ബോർഡുമാണ്. രണ്ടും വേറെ വേറെ കടയിലേക്കാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കെടുത്ത് സഞ്ചിയിലാക്കണം. ഓരോ കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും വേറെ വേറെ സെക്ഷൻ തിരിച്ചാണ് വെക്കുന്നത്. പോകുന്ന വഴിക്ക് ആദ്യം കൊടുക്കാനുള്ളതൊക്കെ ഏറ്റവും മുകളിലാണ് വെക്കുന്നത്. നമ്മൾ മേലാമുറി പോകുന്ന വഴിക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തോട്ടൊക്കെ കടകളുണ്ട്. അതുപോലെ മക്കളെ സ്കൂളിൽ വിടുന്ന ആ വഴിയിലോട്ടൊക്കെ കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ തീരുമ്പം അവർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങ് കൊടുത്തിട്ട് പോവേ. ഈ പച്ചപ്പട്ടാണിയൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡിലല്ല വരുന്നതെന്ന് മാത്രം. പച്ചപ്പട്ടാണി എല്ലാം കവറിലാക്കിയിട്ട് ഇങ്ങനെ കയറിൽ കെട്ടി തൂക്കി ഇങ്ങനെ ഇടും. അപ്പോൾ ഞാനൊക്കെ ഒത്തിരി മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ മേലാമുറി മാർക്കറ്റിൽ പോയപ്പോഴും അതുപോലെ ഞങ്ങളുടെ കടയിൽ ഈ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത് കേട്ടോ. ആദ്യമൊക്കെ തനിച്ചായിരുന്നു ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ എനിക്ക് ഹെൽപ്പിനായിട്ട് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. തേടിയ വള്ളി കാലിച്ചെട്ടി എന്ന് പറയുന്ന കണക്ക് ഞാനൊരു പാക്കിങ്ങിനായിട്ട് ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരിയാണെങ്കിൽ അവളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ട് കൊടുത്തു. എല്ലാ വീഡിയോസും പോകുമ്പം നല്ലപോലെ പിടിക്കും, തിരിച്ചു വരുമ്പം വീഡിയോ പിടിക്കാനുള്ള മനസ്സൊന്നും കാണത്തില്ല കേട്ടോ. ഇവിടെ ഭയങ്കര കരച്ചിലമേളമൊക്കെ ആയിരിക്കും ഞാൻ വന്നു കയറുമ്പോൾ. സാധനങ്ങളെല്ലാം കൊടുത്ത് വീട്ടിലെത്തിയപ്പം ഇക്കാൻ്റെ ഒരു കോള്, പുറത്തു പോകാൻ പെട്ടെന്ന് റെഡിയാവാൻ. പുറത്തു പോകാമെന്ന് കേട്ടടഞ്ഞ് ഞങ്ങൾ പോയി വന്നു. ഞങ്ങൾ വന്നത് സോഷ്യൽ കിച്ചണിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും അച്ചാലും പിച്ചാലും പോയാലും ഇതുവരെ ആയിട്ടും അതിനകത്ത് കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് സോഷ്യൽ കിച്ചണിൽ വരുന്നത്. ഇവിടെ കയറാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, വെജ് മാത്രമേ ഉള്ളൂ. അതുപോലെ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ തിരക്കുള്ളിടത്ത് അധികം കയറാൻ ശ്രമിക്കില്ലല്ലോ. പിന്നെ ഇക്ക പോയി അവിടെ കഴിച്ച് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട ശേഷമാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഈ സൈഡിൽ കാണുന്ന കുളവും അതിലൊത്തിരി മീനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ തക്കടു അതിലേക്കും നോക്കി പുറത്തൊക്കെ നോക്കി ഈ ലൈറ്റും വെട്ടമൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു. മഷ്റൂം ഫ്രൈഡ് റൈസ്, പനീർ ഫ്രൈഡ് റൈസ്, അതുപോലെ മസാല ദോശ, വെജ് നൂഡിൽസ്, ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ക്യാരറ്റ് ഹൽവ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബില്ല് ചെയ്ത് ക്യാഷ് അടച്ച ശേഷമാണ് നമ്മൾ ഇവിടെ പേര് വിളിക്കും. അപ്പോഴും പോയി ഫുഡ് മേടിച്ചുകൊണ്ട് വരാം. എന്തായാലും പുറത്തുനിന്ന് കണ്ടിട്ടുള്ള സോഷ്യൽ കിച്ചൺ അല്ല കേട്ടോ. അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുപോലെ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. ഒരുപാട് മനസ്സിന് വിഷമമുള്ളവരൊക്കെ അവിടെ ചെന്നിരുന്ന ആ വിഷമത്തെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. പിന്നൊരു കാര്യം, ഫുഡിന് വളരെ റേറ്റ് കുറവാണിവിടെ. വെള്ളത്തിൽ തുള്ളി കളിക്കുന്ന മീനിനെ കണ്ട് കൊക്ക് വെള്ളം ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ആവശ്യമുള്ളവർ ഇവിടെ വന്ന് എടുത്ത് കുടിക്കണം കേട്ടോ. അകത്തോട്ട് കയറി വരുമ്പോഴേ ഐസ്ക്രീമിൻ്റെ ഷോപ്പും ഉണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റും നട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പും ഉണ്ട് കേട്ടോ. ഉടുപ്പി സ്റ്റൈൽ ഫുഡാണ് ഇവിടെ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.